ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ ഇപ്പൊ ഈ കാണിച്ചതിനൊക്കെ തക്കതായ കാരണം ഉണ്ടായിരുന്നു. ഓ എടി, നിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നവരുണ്ടാവും. പക്ഷെ ഈ സത്യഭാമ അതിന് കിട്ടില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചത് തന്നെയാ. മരുമോളാണോ ഞാനാണോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നെന്ന് വന്നിട്ടൊന്ന് അറിയണം. ഒരു കാര്യവും പറയാതെ തോന്നുന്ന പോലെ ഇറങ്ങി പോവാ. ഇതെന്താ വല്ല ശത്രു പറ്റുവാണോ? ഇങ്ങോട്ടൊന്ന് വരട്ടെ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. നിക്ക്. എവിടേക്ക് പോകുന്നു? അങ്ങനെ വെച്ച് ഞാൻ വീട്ടിലേക്കൊന്നുമില്ലേ. തോന്നുമ്പോ വരാനും പോകാനും ഞാനെന്ത് ഇവിടെ വല്ല സത്രം നടത്തുന്നുണ്ടോ? സത്യമേ, അച്ഛനെ അതിന്റെ പേരിൽ വഴക്ക് പറയണ്ട. വാച്ച ഇവിടെ ഇരിക്കച്ച. ഞാനൊരു ആവശ്യത്തിനെ വിളിച്ചോണ്ട് പോയതാ. അച്ഛൻ പറഞ്ഞതാ സത്യമ്മയോട് പറഞ്ഞിട്ട് പോവാന്ന്. പക്ഷെ ഞാനാ അച്ഛനെ നിർബന്ധപൂർവം വിളിച്ചോണ്ട് പോയത്. ഓ, അപ്പോ നീ ഇവിടെ നിന്റെ ജോലിയുടെ പവർ കാണിച്ചതാ. കളക്ടർ അമ്മയുടെ ഹുങ്ക്. ഇങ്ങോട്ട് മാറ. അല്ല, പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോന്നെ? മരുമോൾക്കൊപ്പം മരുമോളുടെ വീട്ടിലങ്ങ് കൂടായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ പോക്കുവരം അങ്ങ് നിർത്തായിരുന്നല്ലോ. സത്യമേ, ഞങ്ങൾ അച്ഛനെ കൊണ്ടുപോയത്. നീ മിണ്ടരുത്. എന്റെ കുടുംബം തകർത്തവനാ നീ. ഞങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തവൻ. നിനക്ക് എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാ. നീ ഒച്ച വയ്ക്കാതെ. എല്ലാവർക്കും ഗുണായിട്ടുള്ള കാര്യത്തിലാ ഞാനിവരോടൊപ്പം പോയതേ. നമുക്കോ? ഏത് നമുക്ക്? ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രണ്ടു പേരാ എന്റെ ഇടവും വലവും നിൽക്കുന്നത്. ഇവരുടെ ഒരു സഹായവും എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ട. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിന്ന് ഞാൻ അറിഞ്ഞ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. സത്യമ്മേ, അച്ഛന്റെ സ്വത്ത് അച്ഛന് തന്നെ തിരിച്ചെഴുതി കൊടുക്കാൻ വേണ്ടിയാ ഞങ്ങൾ അച്ഛനെ വിളിച്ചോണ്ട് പോയത്. പക്ഷെ അച്ഛന്റെ ഓർമ്മക്കുറവ് കാരണം അത് നടന്നില്ല. അത് നടക്കില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടായാലല്ലേ അങ്ങനെ ഒരു കാര്യം നടന്നു പറയാൻ പറ്റൂ. സ്വത്ത് എഴുതി കൊടുക്കാൻ പോകുന്നു പോലും. നിന്റെയൊക്കെ ഔദാര്യത്തിനാണെങ്കിൽ ഞങ്ങൾക്കൊന്നും വേണ്ടടി. ഞങ്ങൾ ഇന്ന് മനസമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചാ മതി. അച്ഛനും അമ്മയും ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ട ആ വീടും പറമ്പും എന്റെ പേരിൽ സ്വന്തമാക്കിയത്. അച്ഛനും അമ്മയോ? വിളിച്ചു പോരുന്നു നീ ഞങ്ങളെ അങ്ങനെ. പിന്നെ കഷ്ടപ്പാട് എന്ത് കഷ്ടപ്പാടാണടാ. എന്നെ ചതിച്ചെടുത്തതാ നീ. എന്റെ സ്വപ്നങ്ങൾക്ക് മീതെ ഇടുത്തി വീഴ്ത്തിയിട്ട് ഇല്ലാത്ത കഥയും പറഞ്ഞ് വീണ്ടും വന്നിരിക്കുക എന്നെ ചതിക്കാനായിട്ട്. ഇറങ്ങടാ വെളിയില്. സത്യമേ, എടെ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. എടെ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോനാ പറഞ്ഞത്.
വന്നേക്കുന്നു ഭാമേ, അച്ഛനും അമ്മയും. സത്യമ്മേ, ഞങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും സത്യമ്മ വിശ്വസിക്കില്ല. കാരണം സത്യമ്മയുടെ ഉള്ളു നിറയെ ഞങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പുവാ. പക്ഷേ ഒരിക്കൽ സത്യമ്മ ഈ സത്യങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളിപ്പോ ഈ കാണിച്ചതിനൊക്കെ തക്കതായ കാരണം ഉണ്ടായിരുന്നു. ഓ എടി, നിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നവരും ഉണ്ടാവും. പക്ഷെ ഈ സത്യഭാമ അതിന് കിട്ടില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചത് തന്നെയാ. നിന്ന നിൽപ്പിൽ എന്റെ ഈ ജന്മം ഭൂമിക്ക് കീഴ്പോട്ട് താഴ്ന്നു പോകുന്നു പറഞ്ഞാലും നിന്റെ ഒന്നും പിന്നാലെ സത്യഭാമ വരത്തില്ലടി. മരിക്കുന്നത് വരെ എന്റെ ഈ നിലപാടിന് ഒരു മാറ്റവും വരില്ല. നീ എന്നും എന്റെ ജീവിതം തകർത്തവളും അവൻ എപ്പോഴും എന്നെ ചതിച്ച ചതിയനുമായിരിക്കും. ഒന്നുകിൽ എന്റെ മരണം വരെ, അല്ലെങ്കിൽ നിന്റെയൊക്കെ മരണം വരെ അതിങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്ന് ഇതുപോലെ അധികാരം കാണിക്കാൻ നോക്കിയ നിന്റെ കളക്ടറേറ്റിലേക്ക് ഞാനങ്ങ് വരും. എന്നിട്ട് നിന്റെ കസേരയിൽ ഞാൻ കയറിയിരിക്കും. എന്നിട്ട് ഞാനങ്ങ് ഭരിക്കും. അതിന്റെ നാണക്കേടേ നിനക്കായിരിക്കും. മറ്റുള്ളവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് അധികാരം കാണിക്കുന്ന നിന്റെ ഈ തറവേലയും കൊണ്ട് ഇനി എന്റെ വീട്ടിലേക്ക് വരരുത്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ദേ, നിങ്ങളോടും കൂടിയാ ഞാൻ ഈ പറയുന്നത്. ആരെങ്കിലും വന്ന് വിളിച്ചാ ചാടി തൊള്ളിയങ്ങ് പോയ പോരാ. സംരക്ഷണം തരുന്നവരും വെള്ളം തരുന്നവരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്ന് ഇതുപോലെ വില കുറഞ്ഞ നാടകം ആടരുത്. അങ്ങനെ ആടിയ ഞാൻ ആരാണെന്ന് എന്താണെന്ന് നീ അറിയും. പോയിക്കോ രണ്ടുപേരും എന്റെ മുമ്പിൽ നിന്ന്. ഭാമേ, ഭാമേ. അച്ഛാ, പറയട്ടെ, മതിയാവോളം പറയട്ടെ. സത്യമ്മേ, എന്നെങ്കിലും സത്യമ്മ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നൊരു ദിവസം വരും. അതുവരെയുള്ള പരീക്ഷണങ്ങൾ അത് ഞാൻ നേരിട്ടോളാം. എന്റെ വിധിയാണെന്ന് കരുതി ഞാനങ്ങ് സമാധാനിച്ചോളാം.